ഹായ് പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോയിലേക്ക് സ്വാഗതം. വിഷുവിന് ഇനിയൊരു ദിവസമേ ഉള്ളൂ. വിഷുക്കണി ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾക്ക് നോക്കാം. വിഷുക്കണി ഒരുക്കുന്നതിന് മുൻപായി വീടും പരിസരവും നന്നായി വൃത്തിയാക്കുക. വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം തുളസി ജലം അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളം തളിക്കുക. വിളക്ക് അതുപോലെയുള്ള വസ്തുക്കൾ കഴുകി വൃത്തിയാക്കി വെക്കുക. കണി വെക്കുമ്പോൾ വിളക്ക് വെറും നിലത്ത് വെക്കരുത്. തളികയിലോ പട്ടിലോ പീഠത്തിലോ വെക്കുക. നിലവിളക്ക് 5 തിരിയിട്ട് തന്നെ കത്തിക്കണം. എള്ളെണ്ണയോ നെയ്യോ അതിനായി ഉപയോഗിക്കാം. ഭഗവാന്റെ നേരെ മുന്നിലായിട്ടാണ് ഓട്ടുരുളി വെക്കേണ്ടത്. വിഗ്രഹത്തിന്റെ വലത്തോ ഇടത്തോ വിളക്ക് വെക്കാം. ഉരുളിയിൽ ആദ്യം ധാന്യങ്ങൾ നിറക്കുക. അരി, പച്ചരി, നെല്ല് ഏതും വെക്കാം. അരിയുടെ മുകളിലായി കണി വെള്ളരി വെക്കുക. അതിനുശേഷം കണിക്കൊന്നയും വാൽക്കണ്ണടിയും വെക്കുക. രാമായണം, മഹാഭാരതം പോലുള്ള ഭഗവത് ഗ്രന്ഥങ്ങൾ വെക്കാം. ചക്ക, മാങ്ങ, തേങ്ങ എന്നിവ വെക്കാം. ധാന്യങ്ങളും വെക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് കാര്യപ്പം വെക്കുക. ഒരു തളികയിൽ പുതിയ മുണ്ട് വെക്കുക. അതിനു മുകളിലായി പൈസ, സ്വർണം, നാണയങ്ങൾ എന്നിവ വെക്കുക. പയർ, പരിപ്പ്, കടല പോലുള്ള ധാന്യങ്ങൾ ചെറിയ ചെറിയ പാത്രത്തിലാക്കി വെക്കുക. കിണ്ടിയിൽ വെള്ളം നിറച്ചു വെക്കുക. 2 ചന്ദനത്തിരി ഒരുക്കി വെക്കുക. വിളക്ക് കൊളുത്തി വെക്കുമ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുഖത്ത് നിഴലടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു.